കൊല്ലം കിളികല്ലൂരിൽ സൈനികരെയും സഹോദരനെയും പോലീസ് ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ ഉന്നതതല അന്വേഷണം. അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ദക്ഷിണ മേഖല IG കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. സൈനികനും സഹോദരനും പോലീസിനെ മർദ്ദിച്ചെന്നായിരുന്നു കള്ളക്കേസ്. നടപടി സ്ഥലം മാറ്റത്തിലൊതുക്കാൻ ശ്രമം നടന്ന ആരോപണം ശക്തമാണ്. CI വിനോദ് അടക്കമുള്ളവരാണ് മർദ്ദിച്ചതെന്ന് ഇവർ പറയുന്നു. തന്നെ കിളിയല്ലൂർ സ്റ്റേഷനിൽ ഒരു പോലീസുകാരൻ വിളിച്ചു വരുത്തിയാണ് അയാളുടെ പ്രദേശവാസിയായിട്ടുള്ളവരെ ഇറക്കാൻ. എൻ്റെ നാട്ടുകാരനാണ് അയാൾ. അപ്പം എൻ്റെ കേസ് പറഞ്ഞിരുന്നില്ല. ഞാൻ അവിടെ ചെന്നപ്പോഴാണ് MDMA കേസെന്ന് അറിഞ്ഞത്. അപ്പം ആധാർ കാർഡ് കൊണ്ടുവരാനേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല. ഞാൻ PSC ലിസ്റ്റിലുണ്ട്, ഫിസിക്കലിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്, പൊതുപ്രവർത്തനമാണ്. അപ്പോൾ എനിക്ക് നിൽക്കാൻ താല്പര്യമില്ലെന്ന് ഞാൻ അപ്പോഴേ തുറന്നു പറഞ്ഞു. അപ്പോൾ എന്നിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ ചേട്ടൻ എന്നെ തിരക്കി വരുന്നുണ്ട്. ഈ സ്റ്റേഷന് ഒരു 50 മീറ്റർ അപ്പുറത്തായിട്ടാണ്. അവിടെ വെച്ച് മദ്യപിച്ച് ASI പ്രകാശ് ചന്ദ്രൻ എന്ന് പറയുന്ന ഒരാളുണ്ടാക്കിയ പ്രശ്നമാണ് പിന്നീട് ഈ പത്രത്തിലെല്ലാം വന്നത്. ഞങ്ങൾ MDMA കേസിലെ പ്രതികളെ ഇറക്കാൻ പോയിരുന്നു. അയാൾ മദ്യപിച്ചിട്ട് എൻ്റെ ചേട്ടൻ്റെ മുഖത്തടിക്കുകയും ഷർട്ട് വലിച്ചു കീറുകയും അയാൾ ഒരു കാരണമില്ലാതെ മദ്യപിച്ച അബോധാവസ്ഥ ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇത് കംപ്ലയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ ചേട്ടനും കൂടെ കിളിയല്ലൂർ സ്റ്റേഷനിൽ SI സ്വാതി എന്ന് പറയുന്ന ഒരു മേഡത്തിനടുത്ത് ചെല്ലുകയായിരുന്നു. അവിടെ വെച്ച് അവരെ മുമ്പിൽ വെച്ച് തുരുതുരാ ചേട്ടൻ്റെ മുഖത്തടിക്കുകയും അങ്ങനെയാണ് ചേട്ടനും അയാൾ തമ്മിൽ ഒരു പിടിവലി നടത്തി. അങ്ങനെ രണ്ടുപേരും കൂടെ തറയിൽ വീഴുന്നു. എണീക്കുമ്പോൾ അയാളെ നെറ്റി ചെറുതായിട്ട് മുറിഞ്ഞിരുന്നു. അപ്പോൾ ഇത് കണ്ടിട്ട് കാരണം അന്വേഷിക്കാതെ വന്ന ഈ SI അനീഷ്, CA വിനോദ്, മണികണ്ഠൻ എന്ന് പറയുന്ന ഈ 3 പോലീസുകാരും കൂടെ എന്നെ ചേട്ടനെ 1 മണിക്കൂറോളം ഭയങ്കര ക്രൂരമായി മർദ്ദിക്കുകയാണ്. മുട്ടിനടിയിൽ കയറ്റിയിട്ട് ഈ അനീഷ് എന്ന് പറയുന്ന ആളെന്നെ കൈമുട്ട് വെച്ച് ഒരുപാട് ഇടിക്കുന്നുണ്ട്. എൻ്റെ കാലിൻ്റെ വെള്ള ലാത്തി കൊണ്ട് അടിച്ച് പൊട്ടിക്കുന്നുണ്ട്. കരഞ്ഞ് അപേക്ഷിച്ചതുപോലെ എന്നെ വിട്ടില്ല. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ മൂത്രം കുടിക്കാനാണ് ഈ SI അനീഷ് എന്ന് പറഞ്ഞ ആൾ പറഞ്ഞത്. എൻ്റെ ചേട്ടനെ വിവസ്ത്രനായിട്ട് ഒരു മൂലക്കെട്ടിട്ടാണ് ഈ 3 പേര് ചവിട്ടുന്നത്. ലഗേഷ് എന്ന് പറഞ്ഞൊരു പോലീസുകാരനുണ്ടായിരുന്നു. അയാൾ എൻ്റെ നട്ടലിന് തിരിച്ചിരുത്തിയിട്ട് ചവിട്ടി. അപ്പം ചേട്ടൻ ചത്ത് കിടന്ന് ഒരു സല്യൂട്ട് എന്ന് ഞാൻ ഒതുക്കിക്കോളാടാ എന്നാണ് അവിടുത്തെ വിനോദം എന്ന് പറയുന്ന CI പറഞ്ഞത്. കണക്കന്നെ ചേട്ടൻ്റെ ഈ കാഞ്ചി വലിക്കുന്ന വിരൽ ഞാൻ അടിച്ചൊടിച്ചു കഴിഞ്ഞാൽ നീ പിന്നെ എങ്ങനെയാടാ പട്ടാളത്തിൽ ജോലി ചെയ്യുന്നതാണ് അവിടുത്തെ SI അനീഷ് പറഞ്ഞത്. എൻ്റെ അടുത്ത് പറഞ്ഞു, നീ നിനക്കൊന്നും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന് എനിക്കറിയാം, പക്ഷേ ഞങ്ങളായിട്ട് ഉണ്ടാക്കി തരാടാ. ഈ നിന്നെ ഇപ്പോൾ ഇറക്കാൻ കുറേ എണ്ണം മുണ്ടും പൊക്കിക്കൊണ്ടുവരും, അവരോടെല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തോളാം, നീയൊക്കെ MDMA കേസിലെ പ്രതികളാണെന്ന്. അങ്ങനെ ഈ നിലവിൽ ഈ കേസിൽ ഞങ്ങൾ പ്രതികളായിട്ട് കൊടുത്തിരിക്കുന്ന SI അനീഷ്, CI വിനോദ്, അവിടുത്തെ പ്രകാശ് ചന്ദ്രൻ എന്ന് പറയുന്ന റൈറ്റർ, പിന്നെ എന്നെ വിളിച്ച മണികണ്ഠൻ എന്ന് പറയുന്ന CPO, അതുകൂടാതെ ലഗേഷ് എന്ന് പറയുന്ന ഒരു പോലീസുകാരൻ, പിന്നെ ഓമനക്കുട്ടൻ എന്ന് പറയുന്നതാണ്, പിന്നെ കണ്ടാലറിയാവുന്ന 2 പോലീസുകാരൻ. ഭയങ്കര മൃഗീയമായിട്ട് ഇന്നേ വരെ ഞാൻ എൻ്റെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാത്ത രീതിയിലുള്ള മർദ്ദനമാണ് എനിക്ക് ഏറ്റേക്കുന്നത്. ഞാനിതൊന്നും കള്ളം പറയുന്നതിൽ ഇതിനെല്ലാം കൃത്യമായ വൂണ്ട് സർട്ടിഫിക്കറ്റും ഫോട്ടോസും ഈ പോലീസുകാരെന്നെ ഇതെല്ലാം പറയുന്നതുമായ തെളിവുകൾ എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിരങ്ങി എൻ്റെ 2 കൈ വിലങ്ങിട്ടാണ് എന്നെ ഇത്ര അടിക്കുന്നത്. ഞാൻ എൻ്റെ ചേട്ടന് BP ഡൗൺ ആയിട്ട് നിന്നപ്പം ഞാൻ അവിടെ നിരങ്ങി ഏതോ ഒരു സാറ് കൊണ്ടുവച്ചിരുന്ന വെള്ളമാണ് എടുത്തുകൊണ്ട് കൊടുത്തത്. അപ്പോൾ നമുക്കതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര വിഷമവും നല്ല ജീവിതമേ വെറുത്തു പോകുന്നു. എൻ്റെ ചേട്ടൻ്റെ കല്യാണം ഇതുമൂലം മുടങ്ങി. എനിക്ക് കിട്ടാനിരുന്ന സർക്കാർ ജോലി ഇതുകൊണ്ട് നഷ്ടപ്പെട്ടു. ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചിട്ടല്ല ഞാൻ ലിസ്റ്റ് വന്നത്. ചേട്ടൻ്റെ 6 വർഷത്തെ മോഹമായിരുന്നു. അതെല്ലാം നശിപ്പിച്ച് തന്നു. എല്ലാം നശിപ്പിക്കും തൊലച്ചു തരണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ അനീഷ് എന്ന് പറയുന്ന ആൾ പറയുന്നത്. നിൻ്റെ 2ൻ്റെയും ജീവിതം പൂർണ്ണമായിട്ട് നശിപ്പിച്ച് തരും. പത്രത്തിൽ കൊടുക്കുന്നതിന് ഒരുപാട് ഭീഷണികളുണ്ടായിരുന്നു. അത് ഭീഷണി ഉൾപ്പെടെ പറയുന്നുണ്ട്. നീ ഇതെല്ലാം പുറത്ത് പറഞ്ഞാൽ നിന്നെ കൊന്നുകളയുന്നു. ഇനിയിപ്പം കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, കാര്യം ഇപ്പം മാധ്യമങ്ങളിലെല്ലാം വന്നല്ലോ. അപ്പം നാളെ ഞാനൊരു ദുരൂഹ സാഹചര്യത്തിൽ മരിച്ചു പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഉറപ്പിച്ചോണം, ഈ അനീഷ് എന്ന് പറയുന്ന ആളുടെ പ്ലാനിൽ എന്നെ ആരെങ്കിലും കൊന്നതാണ്. വിവരങ്ങളുമായി VV വിനോദാണ് ചേരുന്നത്. വിനോദ, വരും ദിവസങ്ങളിലൊക്കെയും ഇത്രയും പോലീസിന്റെ ഭാഗത്ത് നിന്ന് അതിക്രൂരമായ പ്രവർത്തനങ്ങളുടെ റിപ്പോർട്ടുകളാണ് വരുന്നത്. ഇവിടെ എന്താണ് ശരിക്കും സംഭവിച്ചത്? കിരൺ, നഗ്നമായ ഒരു നിയമലംഘനം അല്ലെങ്കിൽ പോലീസിന്റെ ക്രൂരത, അതിക്രൂരമായി 2 യുവാക്കളെ മർദ്ദിക്കുന്നു. ഒരു സൈനികനെ ഉൾപ്പെടെയാണ് ഇങ്ങനെ സഹോദരങ്ങളെ മൃഗീയമായി പോലീസ് തല്ലിച്ചതച്ചത്. ഏതെങ്കിലും ഒരു കേസിൽപ്പെടുകയോ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട് വരികയോ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തി വരികയോ ചെയ്ത ആളുകളല്ല, മറിച്ച് MDMA കേസിൽ പ്രതിയായ ആളെ ജാമ്യത്തിലിറക്കാൻ പോലീസ് തന്നെ വിളിച്ചു വരുത്തുകയായിരുന്നു. പരിചയമുള്ള ആളുകളാണ്, ഈ പോലീസുകാർക്ക് പരിചയമുള്ള ആളുകളാണ് വിഘ്നേഷും വിഷ്ണുവും ഈ പിടിയിലായ ആളും. അതുകൊണ്ട് ഇവരെ ജാമ്യത്തിലിറക്കാൻ വിളിച്ചു വരുത്തുകയായിരുന്നു. പാർട്ടിയുടെ പ്രവർത്തകരോ പൊതുപ്രവർത്തകരോ അങ്ങനെ വല്ലതാണോ? ചെറിയ തോതിൽ അവിടെ പൊതുപ്രവർത്തനം നടത്തുന്നു എന്നാണ് പറയുന്നത്. പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയിൽ വലിയ സ്ഥാനങ്ങൾ ഒന്നും ഇല്ല എന്നാണ് യുവാക്കൾ പറയുന്നത്. ജനങ്ങളുമായി ഇടകലർന്ന് പ്രവർത്തിക്കുന്ന, അവിടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾ എന്നാണ് അവർ പറയുന്നത്. ഏതായിരുന്നാലും ഇവരെ വിളിച്ചു വരുത്തുകയും സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് വിഘ്നേഷ് മനസ്സിലാക്കുന്നത് ഇത് MDMA കേസാണ്. അദ്ദേഹം PSCയുടെ ലിസ്റ്റിലുള്ള ആളാണ്, നിയമന പട്ടികയിലുള്ള ആളാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു കേസിൽ ജാമ്യത്തിലിറക്കാൻ, ജാമ്യക്കാരനായി നിൽക്കാൻ കഴിയില്ല എന്ന് വിഘ്നേഷ് പോലീസിനോട് പറയുകയായിരുന്നു. ഈ സമയം റോഡിൽ ഒരു അപകടം നടക്കുകയും ഒരു വൃദ്ധയെ വാഹനം തട്ടിയിടുകയും ചെയ്തിരുന്നു. അവിടേക്ക് ഈ വിഘ്നേഷ് പോകുന്ന സമയത്ത് ASI അവിടെ എത്തുകയും അദ്ദേഹം മദ്യപിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അവിടെ വാക്കുതർക്കമുണ്ടായി. ഈ 2 സഹോദരങ്ങളെയും, വിഷ്ണുവിനെയും വിഘ്നേഷിനെയും, പിന്നീട് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പോലീസിനെ ആക്രമിച്ചു എന്നുള്ള
കേസെടുക്കുകയും MDMA കേസിൽ പ്രതികളാക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്ത ശേഷമായിരുന്നു ക്രൂരമർദ്ദനം. ഈ സൈനികന്റെ വിരൽ തല്ലി ഒടിച്ചു. വിഘ്നേഷിനെ ആകട്ടെ നടുവിന് ചവിട്ടുകയും വെള്ളം ചോദിച്ചപ്പോൾ വിനോദേ, ഒരു മിനിറ്റ് തുടരുക.